നമ്മള് കണ്ണൂര് പോവാണ്. കണ്ണൂര് പോവാണ്. നമ്മള് കണ്ണൂര് പോവാണ്. ഉപ്പാപ്പയും ഞാനും മുമ്പില്, ഉമ്മാമ. അല്ലു പിന്നെ മുഖം കാണിക്കാത്തോണ്ട് ഓനെ കാണിക്കുന്നില്ല. ഉമ്മയുടെ ബാക്കിൽ ഇരിക്കുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ നാട്ടിൽ ഞാൻ ഉഷാറായി വണ്ടി ഓടിക്കുന്ന വീഡിയോ ആണെങ്കിൽ ഇന്നത്തെ വീഡിയോയിൽ ഉഷാറായി പണി കിട്ടിയ വീഡിയോ ആണ് കേട്ടോ. വണ്ടിക്ക് എന്താ പറ്റിയെന്ന് അറിയില്ല, കരകരയെന്ന് പറഞ്ഞിട്ടൊരു ചീവീട് കരയുന്ന പോലത്തെ ഒരു സൗണ്ട് ഉണ്ടായിരുന്നു. അങ്ങനെ പോകുന്ന പോക്ക് തന്നെ ഒരു വർക്ക്ഷോപ്പിലൊക്കെ കയറ്റി പണിയൊക്കെ കഴിപ്പിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ആദ്യം തന്നെ ഞങ്ങൾ എത്തിയത് ഉമ്മാമാൻ്റെ അനിയത്തിൻ്റെ വീട്ടിലാണ്. അപ്പോൾ അവിടെ നിന്ന് ആയിരുന്നു ഉച്ചഭക്ഷണമൊക്കെ ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്. തൈ കട്ടുകൊണ്ട് പോവാണ്. നമ്മൾ ചോറ് വെച്ച വീടില്ലേ, ആ വീട്ടിലെ അവരുടെ മകളുടെ വീട്ടിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. എൻ്റെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ട ചെടികളൊക്കെ ഞാൻ ഇവിടെ നിന്നാണ് പൊക്കിക്കൊണ്ടുപോയത്. ഇവിടെ ഇഷ്ടംപോലെ ചെടികളുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ കണ്ട അലക്കാലൊക്കെ ഫുള്ള് പ്രൈവസിയാണ്. നമ്മൾ അലക്കുന്നൊന്നും ആരും കാണൂല. പിന്നെ ഇവിടെ കിണറുണ്ട്. ഈ കിണർ കാണുമ്പോൾ എനിക്ക് പണ്ടേ പേടിയാണ്. അങ്ങോട്ടേക്ക് പോകുന്നില്ല. കേട്ടോ, എനിക്ക് ഈ ഭാഗമാണ് ഏറ്റവും ഇഷ്ടം. ഈ ജനലിൻ്റെ അപ്പുറം ഇങ്ങനെ ഇതേപോലെ പൂക്കളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഈ പൂക്കളൊക്കെ നിങ്ങൾ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ഈ പൂക്കളൊക്കെ ഞാൻ ഇവിടെ നിന്നാണ് പുറക്കിക്കൊണ്ടാകുന്നതെന്ന് പറഞ്ഞില്ലേ. അല്ലുവിന് പിന്നെ ഒരു കൂട്ട് കിട്ടി. പക്ഷേ ചേട്ടാ എന്താണ് ഇവൻ എനിക്ക് ബോളിട്ട് വരുന്നില്ലല്ലോ എന്ന് ഇളിപ്പിനായി നോക്കുന്ന അല്ലുവിനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ആൻറ്റീനെ ഞാൻ ചെറിയ ആൻറ്റി എന്നാണ് കേട്ടോ വിളിക്കുക. ചെറിയ ആൻറ്റി ഇങ്ങനെ വീടും ചെടികളും പരിസരവും ഒക്കെ നന്നായി വൃത്തിയായി സൂക്ഷിക്കുന്ന ഒരാളാണ്. വീഡിയോ എടുക്കാൻ നല്ല രസമല്ലേ? നമ്മളപ്പുറത്തുനിന്ന് തെങ്ങ് കട്ടോണ്ടായി, ഇവിടെ നിന്ന് ഇപ്പൊ ചെടി കട്ടോണ്ട് പോവാ. ഇവിടെ ഇഷ്ടംപോലെ ചെടികളുണ്ട്. ആ വേണം, അതെടുക്കും, അത് വീഡിയോ എടുക്കും. ഈ രണ്ട് വീട്ടിൽ വന്ന് പോയി കഴിഞ്ഞാൽ റെയിൽവേ ഗേറ്റ് കാണുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഈ കണ്ണൂരിലെ ഈ വീട്. അങ്ങനെ ഞങ്ങൾ അടുത്ത വീട്ടിലേക്ക് പോവാണ്. സ്വീകരണ കേന്ദ്രത്തിൽ എത്തിയിരിക്കും. ഇവിടെയും എടുത്തുകൊണ്ട് പോകാൻ പറ്റിയ കുറേ ചെടികളുണ്ട്. ഈ വീട് മുന്നേ ഞാൻ വന്നപ്പോൾ ഉള്ള വീഡിയോയിൽ ഞാൻ കാണിച്ചുകൊണ്ട് ഇനി കാണിക്കുന്നില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകുമ്പോഴേക്ക് രാത്രി ആയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ നോക്കി അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ വണ്ടി വരുന്നുണ്ട്. ഇതിലേക്കൂടിയൊക്കെ അയ്യോ ഇങ്ങനെ പോകും എന്ന് പേടിച്ചിരുന്ന ഞാനാണ് ഇപ്പോൾ കൂളായിട്ട് ഇതിലേക്കൂടിയൊക്കെ എടുത്തു പോകുന്നത്. ബസ്സിൻ്റെ ഇടയിലും കാറിൻ്റെ ഇടയിലൊക്കെ. ഇപ്പോൾ എനിക്ക് അങ്ങനെ ഒരു പേടിയില്ല. ഞാൻ പറയുന്നത് എല്ലാ ലേഡീസിനോടും കൂടിയാണ് കേട്ടോ. രാത്രിയിലുള്ള ഡ്രൈവിങ്ങിൽ നല്ല പോലെ കണ്ണിലേക്ക് വെളിച്ചം അടിച്ച് വരുന്നുണ്ട്. അത് മാത്രമാണ് എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയത്. ബാക്കിയൊക്കെ അടിപൊളിയായിരുന്നു. ഇതാ കണ്ണൂരിൽ നിന്ന് തിരിച്ചു വരാണ്. രാത്രിയായി. പകുതി വഴിയിലെത്തി. സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് നിർത്തുന്നത്. അങ്ങനെ തളിപ്പറമ്പിൽ നിന്ന് ചപ്പാരപ്പടവ് റോട്ടിലേക്ക് കയറി. എൻ്റെ വീട്ടിലേക്കുള്ള വഴിയാണ്. റോഡൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു, തിരക്കൊന്നും ഇല്ലാതെ. പിന്നെ ഈ കാണുന്ന ഒരു ഹെയർ പിൻ വളവുണ്ടല്ലോ, ഇത് പണ്ട് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, ഇതെങ്ങനെയാണ് വളച്ചെടുക്കുക എന്നൊക്കെ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.